കളരിപ്പയറ്റിന്റെ ശൈലി വ്യത്യാസങ്ങൾ. കളരിപ്പയറ്റിൽ ഒരുപാടധികം ശൈലികളുണ്ട്. അപ്പം നമുക്ക് ശൈലി വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഭാഷാഭേദം പോലെയാണ്. ഇപ്പം മലയാളം നമ്മളിവിടെ കന്യാകുമാരി ജില്ലയിലോ അല്ലെങ്കിൽ കളിക്കവിളയിലോ ഒക്കെ സംസാരിക്കുന്നത് പോലെയല്ല കാസർഗോഡ് സംസാരിക്കും. ഓരോ കൊച്ചിയിൽ മലയാളം വേറെയാണ്. അപ്പം ഓരോ പ്രാദേശിക ഭാഷാഭേദം പോലെ തന്നെ കളരിപ്പയറ്റിന്റെ ശൈലിയിലും പ്രാദേശികമായിട്ടുള്ള ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും. സോറി ടു ഇന്റർജെക്ട്. ഈ ശൈലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നതും നമ്മുടെ ക്ലാസിക്കൽ സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് സംഗീതം പഠിക്കുന്നതും ബേസിക്സ് എല്ലാം ഒന്നാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ യുണീക്നെസ് ആണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. അതിൽ ഒരു സ്പെഷ്യൽ എലമെന്റ് അതിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ ഹൈലൈറ്റ് ചെയ്യുന്ന എലമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ. അപ്പൊ തെക്കൻ കളരിയിൽ അപ്പൊ ഞാൻ പറയാം, വടക്കൻ സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ ഒരുപാടധികം മെയ് അഭ്യാസങ്ങളിലും മെയ് വഴക്കങ്ങളിലും നല്ല ശൈലീകൃതമായിട്ടുള്ള ഒരു സ്റ്റൈലായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ തെക്കൻ കളരിയിൽ മർമ്മങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ കൂടുതലായിട്ട് സർവൈവൽ, ഞാൻ എപ്പോഴും പറയുന്നത് നോർത്തേൺ സ്റ്റൈൽ ഒരു ക്ലാസിക്കൽ മാർഷൽ ആർട്ട് ഫോമും സദേൺ സ്റ്റൈൽ ഒരു സർവൈവൽ ടാക്ടിക്സുമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ശൈലികളിൽ തന്നെ ഇപ്പൊ തെക്കൻ ശൈലി എന്നൊരു ബ്രാക്കറ്റിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ തന്നെ ശരിക്കും നമുക്ക് അടിതട, അടിമുറ, കുത്തുവരിസ്, സിലമ്പാട്ടം, വർമ്മക്കല ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് തമിഴകത്തിന്റെ ഒരുപാട് മാർഷൽ ആർട്ട് ഫോംസ്. ഇതിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ സൗത്ത് എന്ന് പറയാൻ പറ്റുന്നത്. ജോഗ്രഫി ബേസ്ഡ് കൂടിയാണ് തീർച്ചയായിട്ടും.